ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് അല്ലേ, ഞാനോർത്തു നമുക്കൊരു മീനച്ചാറിൻ്റെ റെസിപ്പി ചെയ്താലോ എന്ന്. നമുക്കിന്നൊരു മീനച്ചാർ ഉണ്ടാക്കിയാലോ. നമുക്ക് എങ്ങനെയാണ് ഒരു മീനച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല രുചിയുള്ളൊരു മീനച്ചാർ നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഏറെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലെണ്ണയിൽ തന്നെ മീൻ വറുക്കുകയും അതേ എണ്ണ തന്നെ അച്ചാർ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത്. വെളിച്ചെണ്ണ തയ്യാറാക്കി നമുക്ക് അത്ര പെർഫെക്റ്റ് രുചി കിട്ടത്തില്ല. ഞാൻ ഓരോ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളാണ്. ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ മീൻ വറുത്തത് നന്നായിട്ട് വറുത്തിട്ട് കോരി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള മസാലകൾ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതേ എണ്ണയിൽ തന്നെ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കുവാണ്. നമുക്കാദ്യം അത് ചെയ്യാം. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് കടുക് ചേർക്കാം. അല്പം ഉലുവയും കൂടെ ചേർക്കാം. ഉലുവ ഒത്തിരി ചേർക്കില്ല, കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർക്കാം. ഇതിൽ ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചതച്ചെടുത്തതുമാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ മാക്സിമം കുറച്ചേ വെക്കാവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് കുറച്ചേറെ ചേർത്തേക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നല്ല എരിവാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നു. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കാം. നമുക്കിനി ഇതിലോട്ട് കായപ്പൊടി ചേർക്കാം ആവശ്യത്തിന്. പൊടികളെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. തീ മാക്സിമം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറിന് ചെറിയൊരു പുളി കിട്ടും, അതുപോലെ നല്ല തിക്ക് ഗ്രേവിയും കിട്ടും. നമുക്കിതിലോട്ട് നന്നായിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മളിവിടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഇതിലോട്ട് ചേർക്കാം. ശർക്കര എന്തിനാണ് ഇതിലോട്ട് ചേർക്കുന്നത് ചോദിച്ചാൽ, എരിവും പുളിയൊന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് നമ്മളിതിലോട്ട് ശർക്കര ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.